രണ്ട് പിള്ളേർ നിൽക്കുന്നു. ഓ, എനിക്ക് അവരെ വേണ്ട. വേറൊരു ഭാര്യ ഭർത്താവ് നിൽക്കുന്നു. അവർ അടുത്തോട്ട് ചെല്ലാം. അവിടെ ചെന്ന് അവരെ ഇട്ട് വഴക്കുണ്ടാക്കിയ. നിങ്ങളോട് ഞാൻ പറഞ്ഞത് മല്ലിപ്പൊടി കുറച്ച് വാങ്ങിച്ചാൽ മതി തന്നെ. നിങ്ങൾ വലിയ പറഞ്ഞാൽ വലതെടുക്കാൻ. ഇത് കാശിനുള്ളതാ മല്ലിപ്പൊടി. ഇപ്പൊ പോകുന്ന വഴിക്ക് കണ്ടോണ്ട് കാര്യമായി. അല്ലെങ്കിൽ ഇപ്പൊ ഇതുകൊണ്ട് വീട്ടിൽ പോയിരുന്നെങ്കിലോ? എടി മല്ലിപ്പൊടി കുറച്ച് വേറെ ഇരുന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എപ്പോഴും പോകണ്ടല്ലോ നമ്മള്. ഇതിപ്പോ പൈസ ആരുടെ പോയി തന്നെ? നിങ്ങൾക്ക് പറഞ്ഞാൽ മതിയല്ലോ. പൈസ ആരുടെ അടി പോയത്? എന്റെ പൈസ അല്ലേ പോയത്? നിനക്ക് തടയാന് ആരുടെ പൈസ എന്താ? അത് പോയില്ല ഇത്രയും. ഇനിയിപ്പോ എന്ത് ചെയ്ത്? ഇനി ചൊപ്പം തൊട്ടി തിരിച്ചു പോകണ്ടേ നീ? അയ്യോ, ഭയങ്കര വഴക്ക്. നീക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മനുഷ്യനെ. നിനക്ക് ചെയ്യായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുന്നു കണ്ടിട്ട്. ഇവിടെ രണ്ടുപേര് നിൽക്കുന്നു. അവരെ തമ്മിൽ ഇന്ന് അടുപ്പിച്ചിട്ടേ ഉള്ളു കാര്യം. ഈ വഴക്കാളി പ്രേതം ആരാന്ന് കാണിച്ചു കൊടുക്കാം. ആശാനെ എന്തോ ഇതൊരു പറന്നു പോന്നു തോന്നി. നീ അവക്ക് നോക്കി നിന്നോ? നീ ഇതിനൊഴുകി പാടത്തല്ല പണി ചെയ്യുന്നുണ്ടോ? അതിനെന്താ ആശാനെ, ഞാൻ രാവിലെ തൊട്ട് ഇവിടെ കള പറിക്കുമല്ലേ. ഞാൻ പിന്നെ പണിയാ നിൽക്കുവാണോ? തർക്കത്തിനെ പറഞ്ഞു തുടങ്ങിയോ? നീ എത്ര കള പറിച്ച്? ഇവിടെ ഒന്നും കാണാൻ പോലും ഇല്ലല്ലോ നീ പറിച്ചത്. അത് അങ്ങനെ ആശാനെ, നമ്മള് കള എത്ര പറിച്ചാലും കാണത്തില്ല. നീ എന്നെ എത്ര പഠിപ്പിക്കാൻ വരുന്നത്? എനിക്കില്ല അറിയാവുന്നത്. ഞാൻ പണ്ട് തൊട്ട് കൃഷി ചെയ്യുന്ന എനിക്കറിയാം ഇവിടെ എങ്ങനെയെന്ന്. എടോ, എന്റെ വാങ്ങിക്കുന്നതായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞേ, എന്റെ സ്വഭാവം അറിയത്തില്ല. നീ ഇവിടെ ജോലി ചെയ്യുന്ന പറയാൻ എന്റെ തലയിൽ കയറുന്നു. ഇപ്പൊ ആശാനൊക്കെ കൂടുതൽ ആളാവണ്ട. ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെ പൈസ ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അല്ല ഞാൻ ഇവിടെ വെറുതെ ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് എനിക്ക് ആശാൻ പൈസ തരുന്നത്. നിന്റെ അധ്വാനം അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. നീ ഇവിടെ കള പറിച്ചിട്ട് പറഞ്ഞു എവിടെ കിടക്കുന്ന കള? നിങ്ങളുടെ ഞാൻ പറഞ്ഞ് പറിച്ചിട്ടുണ്ട്. ഞാൻ അത് കത്തിക്കുകയും ചെയ്തു കുറച്ച്. ഇപ്പൊ നിങ്ങളെ അടുത്ത് കാണിക്കണം. ഞാനത് കത്തിച്ച് പോയ സാധനം ഞാൻ എന്ത് ചെയ്യും? അവിടെ ചാരം കിടക്കുന്നത് അതും എടുത്ത് തിന്ന്. അത്രയ്ക്ക് ആളായ നീ. നീ അങ്ങനെ ആളാണ് നിങ്ങള്. എനിക്കറിയാൻ പറയാന് ഞാൻ തീ കൊളുത്തിയിട്ടിട്ടുണ്ട്. ഇവരെയൊക്കെ തമ്മി കിടന്ന് അടിച്ചോളും. ബെസ്റ്റ്. മുട്ട ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നേ? മുട്ടയും കൂടെ വാങ്ങിക്കാൻ പോയ ആൾ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നേരവാ ഇങ്ങനെയും കൂടെ കൂടെ പോകുമായിരുന്നോ? കുട്ടുമോനും അമ്മണിയും കൂടെ തന്നെയല്ലേ പോയത്? അവർക്കറിയാവോ റോഡിൽ കൂടെ ഒക്കെയാ പോകുന്നത്. മുട്ടക്കാർ വന്നല്ലോ. ഇവിടെ ഒരാൾ ഭയങ്കര പരാക്രമമായിരുന്നു. മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. പിള്ളേർ ഇവിടെ കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ലഹള ഉണ്ടാക്കാം. എന്താ അത്? അതെങ്ങനെ മോനെ? അമ്മണിക്ക് 5 മുട്ട വേണ്ടേ? മോൻ 5 മുട്ട, അമ്മണിക്ക് 5 മുട്ട. അങ്ങനല്ലേ വാങ്ങിയത്? എന്തോ മോളെ പറയുന്നത്? അമ്മണിക്ക് വേണ്ടേ? നിങ്ങൾ രണ്ടുപേരും എങ്ങനെ? അവൻ പിന്നെ കൊച്ചു കുഞ്ഞായിട്ടാ പറയാ. എന്ത് പറയാ കിങ്ങിണി? യോ, അമ്മണിമോളെ അങ്ങനെ ചെയ്യല്ലേ. വെറുതെ വാശി ദേഷ്യം എടുത്ത് എന്ത് പറ്റിയിരിക്കുന്നത്? അതിനെല്ലാം ഇങ്ങനെ വഴക്കിടുന്നേ. അമ്മ എന്ന് എതിട്ടോ? അമ്മ ഈ പിള്ളേർ കിടന്ന് കാണിക്കുന്നുണ്ടോ? എനിക്ക് തമ്മി കിടന്ന് അടിക്കുന്നേ. കൊറേ നേരം ഞാൻ തുടങ്ങിയിട്ട്. അമ്മ
അമ്മണി നീ എന്താ കിടന്ന് അഹങ്കരിക്കുന്നത്? ഇത് ഞങ്ങളുടെ വീടാ. നീ കിടന്ന് കൂടുതൽ അഹങ്കരിക്കട്ടെ കേട്ടോ. നിന്റെ തള്ളയുടെ സ്വഭാവം എടുക്കല്ലേ. യോ അമ്മ എന്തോ അമ്മ പറയുന്നത്? എന്തിനാ അമ്മ അമ്മണിയോട് ഇങ്ങനെ പറഞ്ഞ? പാവം അമ്മണി. മോളെ പ്രായമുള്ളവരല്ലേ, അവരങ്ങനൊക്കെ പറയും. മോൾ അങ്ങനെ വിളിക്കില്ലേ അമ്മയെ കയറി? അവക്ക് ധിക്കാരം. അയ്യോ എല്ലാരും നിർത്താവോ? ഇത് ഒന്ന് നിർത്ത നിങ്ങള്. മോനെ അങ്ങനെ പറയുന്നത് ചേച്ചിയോട്. എന്തോ പറയുന്ന അഹങ്കാരമൊക്കെ. ഞാൻ ആരോട് പറയാൻ? ഇവർ തമ്മിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുമല്ലോ. ഇത് എന്തോ പറ്റിയത് എല്ലാവർക്കും? ഞാൻ കഥ തുറന്നു കയറി വന്നോണ്ട് നിങ്ങളൊന്നും ഉദ്ദേശിക്കില്ലേ? നിങ്ങൾ ആരാ ഒരു വീട്ടിലോട്ട് ഇങ്ങനെ കഥ തുറന്ന് കയറി ചെല്ലി വന്നോ? ഒന്നും വിളിക്കുകയും ചെയ്യാതെ. അതുകൊണ്ട് എന്റെ ഒരു എമർജൻസി ആയോണ്ടാ. ഞാനാണെങ്കിലേ വകമനയിലെ തിരുമേനിയാ. കൊച്ചു കൊച്ചു കയറി എന്റെ കലി തുള്ളി നിൽക്കുവല്ലോ. എല്ലാവരും മുഖഭാവം കണ്ടില്ലയോ? എല്ലാവരും ദേഷ്യപ്പെട്ട് നിൽക്കുക. ഇവിടെ എല്ലാവരും ദേഷ്യത്തിലാണോ? എന്നോട് വഴക്കുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ അടി ഉണ്ടാവും, വഴക്കുണ്ടാവും. അതൊക്കെ നിങ്ങളാണ് ചോദിക്കാന്. നിങ്ങൾ ആദ്യം ഇവിടെ കഥ കീർത്തോ കയറി വന്നത്? ഞാൻ നോക്കിയപ്പോ ശാന്ത സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ മാത്രമാണ്. ഇപ്പൊ നിങ്ങളും കലി തുള്ളി നിൽക്കുന്നത്. നിങ്ങൾ ആരാടോ? ഇറങ്ങി പോടോ ഇവിടുന്ന്. ദയവ് ചെയ്ത് എന്നെ ഇറക്കി വിടരുത്. ഞാൻ പറഞ്ഞു നിങ്ങൾ സമാധാനമായിട്ടൊന്ന് കേൾക്കാനൊരു മനസ്സ് കാണിക്കും. അങ്ങ് കിഴക്ക് പ്രദേശത്ത് വഴക്കാളിമല എന്നൊരു മലയുണ്ട്. ആ മലയിൽ അങ്ങനെ ഒരു വഴക്കാളി പ്രേതമുണ്ട്. അത് അവിടെ നിന്ന് കെട്ടുപൊട്ടിച്ചിറങ്ങിയിട്ടുണ്ട്. അയ്യോ അല്ല മോനെ, പറ്റിക്കുന്നതല്ല. മോ പോകാണ്ടോ? സത്യം തന്നെ. ആ വഴക്കാളി പ്രേതം എല്ലാവരുടെ അടുത്ത് എന്നിട്ട് വഴക്കുണ്ടാക്കിക്കും. അതാ പരിപാടി. എല്ലാവരുടെ അടുത്ത് എന്നിട്ട് അവർ തമ്മിൽ തല്ലിക്കും. ഞങ്ങൾ കണ്ടിങ്ങോട്ട് വരുന്ന വഴിക്ക് കുറെ പേര് വഴക്കിടുന്നു. പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ വെറുതെ പൈസ പൊട്ടിക്കാൻ ഇറങ്ങിയല്ലേ? അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ ഈ 10 മുട്ടയും കൊണ്ടുപോകട്ടോ. ഈ മനുഷ്യൻ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കയറി വന്നൊന്നും വലിയ ശല്യമായത്. നീ മുട്ട കൊണ്ടുപോടി. ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ കൊണ്ടുപോകും. 10 മുട്ട ഞാൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞാൻ ഇത് അടിച്ച് പൊട്ടിക്കൂടെ? ഓ എന്തൊരു വഴക്കായത്. ഇവരൊന്ന് ശാന്തത എടുക്കണമെങ്കിൽ എന്റെ തന്നെ ആ ഒരു വിദ്യ പ്രയോഗിച്ചേ പറ്റത്തുള്ളൂ. ആ പൊടിയൊന്ന് വിതറട്ടെ ഇങ്ങോട്ട്. മനുഷ്യൻ നിങ്ങൾ ഞങ്ങളെ പൊടി വിടുന്നിട്ട് ഞങ്ങളെ ബോധം കെടുത്തി ഇവിടെ പിടിച്ചോണ്ടുള്ള പരിപാടിയാണ് നിങ്ങള്. അതൊന്നും അല്ല. ആ പൊടിയൊന്ന് വിതറക്കോട്ടെ. അതിനെങ്കിലും നിങ്ങൾ സമ്മതിക്ക്. ഓം ക്രീം ഓം ക്രീം. കണ്ടോ എന്റെ മുഖഭാവം കണ്ടോ ഇപ്പൊ മാറിയത്? എല്ലാവരും ദേഷ്യം ഒന്ന് കുറച്ച് കുറഞ്ഞില്ലേ? നിങ്ങൾ എന്താന്ന് വെച്ചാൽ കാര്യം തുറന്നു പറ. ഞാൻ പറഞ്ഞില്ലേ വഴക്കാളിപ്രേതം ഈ വീടിനകത്ത് കയറിയിട്ടുണ്ട്. ആ വഴക്കാളിപ്രേതം നിങ്ങളെ ഇട്ട് അടുപ്പിച്ചത്. അപ്പം മുട്ടയുടെ കാര്യത്തിൽ എന്തായി തീരുമാനം? അത് നമുക്ക് ആലോചിക്കാം. കണ്ടോ നേരത്തെ ഇങ്ങനെ ആയിരുന്നോ സംസാരമൊക്കെ? അയാൾ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ടോ തോന്നുന്നു. ആ പ്രേതം എവിടെ ഇരിക്കുന്നു? ആ വഴക്കാളിപ്രേതത്തിന്റെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ ഒന്നുകൂടെ ഈ മന്ത്രമൊക്കെ ജപിക്കട്ടെ. ആ മന്ത്രത്തെ ജപിക്കുമ്പോഴത്തേക്ക് ആ പ്രേതം ഇവിടെ കൺമുമ്പിൽ വരും. ഇത് അടുക്കളയാ. അടുക്കള നമുക്ക് ഇങ്ങനത്തെ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ലിവിംഗ് റൂമിലോട്ട് പോകാം. തേജസ് മണ്ഡലാഹേതും സായുധം വരൂ ഇവിടെ വരൂ. പൂക്കപ്രേതം ഇവിടെ വരൂ. വഴക്കാളിപ്രേതം ഇവിടെ വരൂ. പൂക്കപ്രേതം ഇവിടെ വരൂ. വഴക്കാളിപ്രേതം ഇവിടെ വരൂ. എന്നെ നിങ്ങളോട് കൊണ്ടുവന്നേ. എന്റെ വീട്. ആരും പേടിക്കണ്ട. എല്ലാവരും ധൈര്യമായിട്ടേ. എന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? ഈ വഴക്കാളി പ്രേതം വന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വാ. നീ വഴിക്ക് വാ. കുട്ടുമ്പോ ഓങ്കറി കൊട്ടിച്ചാട്ടെന്ന് പറഞ്ഞപ്പോ അത് പെട്ടെന്ന് വീണ്. ശരിയെന്നല്ലോ. എന്താ ഇത്? മഹാ അത്ഭുതം. ചാരമായിട്ട് കിടക്കുന്നത്. ആരുമായിട്ട് നടക്കുന്നു ഇവിടെ? മോനെ നീ ചെയ്തത് നല്ല കാര്യം കേട്ടോ. അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പാടുപെടേണ്ടി വന്നേനെ. കുട്ടുമോൻ